റിപ്പോർട്ട് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലാണെന്ന് പോലീസിന്റെ നിഗമനം. ചുവന്ന കാർ ബുധനാഴ്ച മുതൽ പാലക്കാട് ഉണ്ടായിരുന്നു. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ്, ഡ്രൈവർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് SITക്ക് നിർണായക വിവരം ലഭിച്ചത്. കാർ സ്ഥിരമായി പാലക്കാട് ഉണ്ടാവാറില്ലെന്നും ഉടമ ആരെന്നറിയില്ലെന്നും MLA ഓഫീസ് ജീവനക്കാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇനി ഒരു ചുവന്ന പോളോ കാർ, അതിന്റെ ഉടമ ആര് എന്നതിലേക്കും അന്വേഷണം എത്തും. പലതരം നിഗൂഢ ഇടപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടവർ നടത്തുന്നു എന്നത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, രാഹുൽ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച്, സുഹൃത്തിന്റെ കാർ ഉപേക്ഷിച്ച്, മറ്റു സുഹൃത്തുക്കളുടെ കാറുകൾ ഉപേക്ഷിച്ച് ഇപ്പോൾ ഒരു ചുവന്ന പോളോ കാറിലാണ് അന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം. പരമാവധി CCTV ഇല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്താണ് പോയത്. തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിന് വലിയ സംശയമുണ്ട്. തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതിന് വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. മറ്റു ചില ചാനലുകളൊക്കെ രാഹുൽ തിരുവനന്തപുരത്ത് വന്നു, ഒപ്പിട്ടുപോയി എന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തി. അപ്പോഴും റിപ്പോർട്ടർ TV ഉറച്ചു നിന്നു. അയാൾ പാലക്കാടോ തമിഴ്നാട്ടോ ഈ പരിസരത്തുണ്ട്, എറണാകുളം വിട്ട് അയാൾ പോയിട്ടില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ചുവന്ന പോളോ കാറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നത്തെ ദിവസം പാലക്കാട് നിന്ന് മുങ്ങിയിരിക്കുന്നത് എന്നതാണോ പോലീസിന്റെ കണ്ടെത്തൽ? ആ കാർ ആരുടേതാണ്? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിൻ്റെതാണ് ആ ചുവന്ന പോളോ കാർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുന്നത്തൂർ മേട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ളാറ്റിലേക്കാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് അറിഞ്ഞത് തൊട്ട് പിന്നാലെ എത്തുന്നത്. ഇത് വൈകിട്ട് 5:15. ഈ സമയത്ത് രാഹുൽ ഇവിടേക്ക് എത്തിയത് രാഹുലിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. പക്ഷേ അത് ഇവിടെ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ടേക്ക് മാറി എന്ന് പോലീസ് സംഘം പരിശോധിച്ചെങ്കിലും ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളെല്ലാം അന്നത്തെ ദിവസത്തെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് SIT സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവിടെ നിന്ന് രാഹുൽ പോയിട്ടുള്ളത് സുഹൃത്തിന്റെ കാറിലാണ്. രാഹുൽ പാലക്കാട് ഉടനീളം പിന്നീട് സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും SIT സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ആ ചുവന്ന കാർ ആരുടേതാണ്, ആ ചുവന്ന പോളോ കാർ ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ SIT സംഘം കടന്നിരുന്നു. രാഹുലിനൊപ്പം അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ ഒരാളും അതുപോലെ തന്നെ ഡ്രൈവർ, ഈ രണ്ടുപേരിൽ നിന്നും പോലീസ് ഇന്നലെ മൊഴിയെടുത്തിരുന്നു.